ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു. നാട്ടും പുറത്തെ, അതായത് നാട്ടിലെ കുറച്ച് വിശേഷങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പെരുന്നാളിന് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത് ഉത്സവത്തിൻ്റെ സീസണാണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഉത്സവത്തിന് പോകാൻ ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു ഉത്സവമുണ്ട്. പക്ഷേ ഞങ്ങളങ്ങനെ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാത്തൊരു ഉത്സവമാണ്. പക്ഷേ ഇപ്രാവശ്യം വെടിക്കെട്ടൊക്കെ ഉണ്ട്. പിന്നെ പെരുന്നാളായിട്ട് ഞങ്ങൾ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ കാലമായിട്ട് വെടിക്കെട്ടിനൊക്കെ എന്തൊക്കെയോ റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളത്. പല അമ്പലത്തിലും പല ഉത്സവങ്ങൾക്കും വെടിക്കെട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഉത്സവത്തിന് പോയി വെടിക്കെട്ട് കാണാമെന്ന് തീരുമാനിച്ചത്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ പൂവ് എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ഇത് പുല്ലാനി എന്ന് പറയും. ചിലർക്ക് പുല്ലാനി എന്ന് പറയുന്നുണ്ട്, ചിലർക്ക് പുല്ലാനി. അതിൻ്റെ പൂവാണ് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയാണ്. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത്. ശരിക്കും ഇത് കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ പൂത്തുലഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇത് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് വളരെ റെയറായിട്ടാണ് നാട്ടിൽ പോലും ഉള്ളൂ എന്നാണ് പറയുന്നത്. കാണാൻ ഇതാണ് നമ്മുടെ വീട് വരുന്നത്. തൊട്ടപ്പുറത്താണ് നമുക്ക് പാടം. ശരിക്കും പറഞ്ഞാൽ മഴക്കാലത്തൊക്കെ നമുക്ക് നല്ല അടിപൊളിയാണ് കേട്ടോ. മഴക്കാലം എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. ഈ അമ്പലം, അതായത് നമ്മൾ ഉത്സവത്തിന് പോകുന്ന അമ്പലം തോണിയിൽ ആണ് ഇവിടുത്തെ ദേവി വന്നത്. അതുകൊണ്ട് തോണിക്കടവ് അമ്പലം എന്നാണ് പേര്. അപ്പോൾ നമുക്ക് റോഡ് വഴിയൊക്കെ പോകുന്നതിനൊക്കെ ഏറ്റവും ഷോർട്ടസ്റ്റ് വേ ഈ അമ്പലത്തിലേക്ക് പാടത്തു കൂടെ നടക്കുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ പുല്ലാരി കണ്ട പോലെ തന്നെ ഇത് ഞങ്ങളുടെ വേറൊരു ഓർമ്മയാണ്. ഇത് ചേമ്പുംകുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നത്. എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അവിടെ നമ്മൾ ഇഷ്ടം പോലെ ഞങ്ങളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് തിരുമ്പുക, അതുപോലെ തന്നെ അവിടെ നിറയെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് യൂട്ടിലൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അറിയാമല്ലോ നിങ്ങൾക്ക്, നാട്ടിലാണെങ്കിൽ പോലും കുളത്തിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ തോട്ടിലൊക്കെ കുളിക്കുന്നതും അതുപോലെ അലക്കുന്നതും ഒക്കെ ഭയങ്കര റെയറാണ്. എനിക്ക് നീന്തൽ അറിയില്ല കേട്ടോ. ഞാനിപ്പോൾ ഈ പറയുന്ന പോലെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ കുളത്തിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് നീന്തൽ ഭയങ്കര പേടിയാണ്. വെള്ളം ഭയങ്കര പേടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ തീരെയും നീന്തൽ അറിയില്ല എന്ന് തോന്നുന്നു. എൻ്റെ മോനെയൊക്കെ ഞാൻ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നെ നീന്തൽ അറിയാത്തൊരു ബുദ്ധിമുട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് എൻ്റെ മോനെ നീന്തൽ പഠിപ്പിക്കുന്നത് സ്വിമ്മിങ്ങിൽ വിട്ടിട്ട് അവിടെ നിന്നാണ് പഠിക്കുന്നത്. പക്ഷേ എൻ്റെ കസിൻസൊക്കെ വളരെ നന്നായി സ്വിം ചെയ്യുന്ന ആൾക്കാരാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നീന്താനൊക്കെ. പക്ഷേ എനിക്ക് പേടിയാണ്. ഓക്കെ, പിന്നെ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് മയിലാട്ടോ. മയിൽ നമ്മുടെ വീടിൻ്റെ അവിടേക്കൊക്കെ വരും. ഈ നെല്ല് നന്നായി വിളഞ്ഞ് നിൽക്കുന്ന സമയം, ഈ ഒരു നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ നെല്ല് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. ഇപ്പോൾ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് പാടം നിങ്ങൾ കണ്ടോ? പാടമൊക്കെ ഇങ്ങനെ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന, മേടമാസത്തിൽ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന പാടാണ്. നിങ്ങൾ ആളും ആരവും ഈ കൊഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ സമയമാണ്. സമ്മർ വെക്കേഷൻ കഴിഞ്ഞിട്ട് നമ്മളൊക്കെ ഒരുപാട് ഏറും പന്ത്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുന്നവരുണ്ടായിരിക്കും, ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ കളിച്ചിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇതൊക്കെ. പിന്നെ മയിലിനെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. നമുക്കിത് കുറച്ചും കൂടി നന്നായിട്ട് മയിലൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും. പിന്നെ ഇപ്പോൾ പീലി നിവർത്തി നിൽക്കുന്നത് കണ്ടോ? മഴ സമയത്ത് ഇവർ പീലി നിവർത്തി നിന്ന് ആടും മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ. പിന്നെ ഇതേ നമ്മൾ ഉത്സവം നടക്കുന്ന അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താറായി. അച്ചുക്കുട്ടനും അച്ഛനും നേരത്തെ വന്നിരുന്നു. കാരണം അവർ ഉത്സവം കാണണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഞങ്ങൾ ഏതായാലും അതുവരെ വന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഉത്സവത്തിൻ്റെ അവിടേക്ക് പോയി. അവിടെ എനിക്ക് ഏറ്റവും ഇപ്പോൾ ഉള്ളൊരു ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ കാണുന്ന ഒരു ജെൻഡർ ഈക്വാലിറ്റി, അതായത് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടെന്നല്ല, എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാല സമയത്ത് ആണുങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. മെയിൽസ് അവർ ഡാൻസ് കളിക്കുന്നു, ശിങ്കാരി മേളത്തിന് താളം പിടിക്കുന്നു. പെണ്ണുങ്ങൾ, അതായത് ഫീമെയിൽസ് ഇതെല്ലാം കണ്ടു നിൽക്കുന്നു. അവർക്കൊരു എൻജോയ് ചെയ്യാൻ ഒരു ഓപ്പൺ സ്പേസിൽ ഇവർ എൻജോയ് ചെയ്യുന്ന പോലെ എൻജോയ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറി കേട്ടോ. ഒരുപാട് പെൺകുട്ടികൾ നന്നായിട്ട് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്യട്ടെ. അപ്പോഴല്ലേ ഒരു എന്താ പറയുക, നമ്മൾ ഉത്സവം അങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞൊരു കൂട്ടായ്മയുടെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്നത് കണ്ടപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പിയായി. ഞാനും ഈ വർഷത്തെ ഉത്സവത്തിന് പോയപ്പോൾ ജസ്റ്റ് ഒന്ന് ഡാൻസൊക്കെ കളിച്ചു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറഞ്ഞാൽ, നമ്മൾ കോളേജിൽ ഗാനമേള ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന സമയത്ത് ഗാനമേള ഉണ്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാകുമ്പോൾ ഒക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും. പക്ഷേ എനിക്കൊന്നും ഇങ്ങനെയൊന്നും അവസരങ്ങളില്ലാത്ത വീട്ടമ്മമാർക്ക് ഇത് ശരിക്കും ഒരു നല്ലൊരു സ്പേസാണ്. അവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ഇത് നന്നായിട്ട് ഇരുട്ടൊക്കെ ആയി. ഇപ്പോൾ ഇതാ നമ്മൾ വന്ന കാര്യം ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. നമ്മളൊക്കെ ആകെ ക്ഷീണിച്ചു, അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ഉത്സവം കണ്ടിട്ടും. എൻ്റെ അച്ചുക്കുട്ടൻ ശരിക്കും ക്ഷീണിച്ചു, അവൻ ഇരുന്ന് പോയി. കാരണം
അവന് ഇങ്ങനെ ഒരു നടന്നിട്ടുള്ളൊരു ശീലമൊന്നും ഇല്ല കേട്ടോ കുട്ടിക്ക്. നമ്മൾ അങ്ങനെ ഒരു നടന്നിട്ട് എങ്ങനെയെങ്കിലും പോകുന്ന പരിപാടി നമുക്കില്ലാത്തതുകൊണ്ടും പിന്നെ ഇവർ സ്കൂളിലാണെന്നുണ്ടെങ്കിലും കുറച്ച് സ്ട്രിക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഓടിക്കളിച്ചിട്ടുള്ള അങ്ങനെ ഒരു ശീലമൊന്നും ഇവനില്ല. പിന്നെ കുറേ നടന്നപ്പോൾ അവൻ ശരിക്കും ക്ഷീണിച്ച് നിലത്തിരുന്നു. നമ്മൾ വന്ന കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, വെടിക്കെട്ട്. ശരിക്കും ആദ്യത്തെ കുറച്ച് വെടി ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറയുക, ആൾക്കാരൊക്കെ ഇങ്ങനെ ബാക്കിലേക്ക് ഓടാൻ തുടങ്ങിയിട്ട്. കാരണം പൊട്ടിച്ചെതറിയിട്ട് തീയൊക്കെ ഇങ്ങനെ തീക്കനൽ എന്നൊക്കെ പറയില്ല, അതൊക്കെ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും പുറകിലേക്ക് ഓടും. ഞങ്ങളും നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി പുറകിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല അടിപൊളിയായിരുന്നു. ഒരുപാട് വർഷത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ഒരു 10-12 വർഷത്തിന് ശേഷമാണ്, 10 വർഷത്തിനൊക്കെ ശേഷം തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു രീതിയിലുള്ള നല്ല രീതിക്കുള്ള ഒരു വെടിക്കെട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അവിടെ ഗാനമേള ഉണ്ടെന്ന്. അപ്പം ഞങ്ങൾ പിന്നെ എന്തായാലും ഗാനമേളയും കൂടി കുറച്ചൊന്ന് ആസ്വദിച്ച് പോകും. കുറേ കാലമായി ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോയി. ഞാൻ ഈ പണ്ടത്തെ കാലം എന്ന് പറയുന്നത്, പണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ അവിടെ അടുത്തുള്ള ഉത്സവങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് നാടകം, ബാല, പിന്നെ ഗാനമേള, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ഉത്സവത്തിന് അന്ന് രാത്രി ഉണ്ട്. അപ്പോൾ അതിനൊക്കെ പോകുമായിരുന്നു നമ്മളൊക്കെ, മുത്തശ്ശൻ്റെ ഒക്കെ കൂടെ. പക്ഷേ ഇപ്പം അത് ഭയങ്കര റെയറാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഒരു പരിപാടിക്കും പോയിട്ടില്ല. എനിക്ക് ചെറുപ്പത്തിൽ പോയതാണ്. അപ്പം എൻ്റെ മോനൊന്നും അങ്ങനെ ഒരു എക്സ്പീരിയൻസേ ഇല്ല. രാത്രി പൂരപ്പറമ്പിൽ പോവുക, അവിടുന്ന് ഉത്സവത്തിന് പോയി കഴിഞ്ഞാൽ അവിടുന്ന് രാത്രി പൂരം കാണുക, അല്ലെങ്കിൽ ഗാനമേള കാണുക, ബാല, നാടകം, ഇവർക്കൊന്നും ഇതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, ഒരു അറിവുമില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് ഉണ്ടാവില്ല, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇപ്പോൾ അത് നിലവിലില്ല, അതുകൊണ്ടാണ്. പിന്നെ ഗാനമേളയൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ മൊത്തത്തിൽ ഈ ഉത്സവത്തിൻ്റെ പൂരപ്പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് വീക്ഷിച്ചു കേട്ടോ. ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നാട്ടിലെ ആൾക്കാർ. പിന്നെ ഇത് കണ്ട് നിങ്ങൾ ഈ മുകളിലേക്ക് പോയിട്ടുള്ളത് ബലൂണാട്ടോ, ഹൈഡ്രജൻ ബലൂണ്. ശരിക്കും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് മൊത്തത്തിൽ പുറമേ നിന്ന്, നമ്മൾ ഇത്ര നേരം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എല്ലാ ആൾക്കാരുടെ ഇടയിലായിരുന്നു, പുറത്ത് വന്നിട്ട് എന്താ നടക്കുന്നതുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ.